ദിവസവും 4 മണിക്കൂർ പഠിച്ച് 3 മാസം കൊണ്ട് PSCയിൽ നല്ലൊരു റാങ്ക് നേടുക. ഇതിന് വേണ്ടിയിട്ടൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് 8 മണിക്കൂർ പഠിക്കുന്നു, 10 മണിക്കൂർ പഠിക്കുന്നു. അപ്പോൾ ചിലർക്കൊക്കെ അതിനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. ചിലർക്ക് 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ലഭിക്കുന്നത്. ആ ഒരു 4 മണിക്കൂറിനെ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രത്യേകിച്ചൊരു ഡിഗ്രി മെയിൻസ് പരീക്ഷയിലേക്ക് റാങ്ക് നേടാൻ പറ്റുമോ? നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും സാധിക്കുമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ ദിവസവും 4 മണിക്കൂർ കിട്ടുന്നത് പലതരത്തിലുള്ള തിരക്കുകളുള്ളവർക്കായിരിക്കും. ബാക്കി എല്ലാവർക്കും ഒരു 6-7 മണിക്കൂറൊക്കെ പഠനത്തിന് വേണ്ടി കണ്ടെത്താൻ കഴിയുന്നവർ ഉണ്ട്. 4 മണിക്കൂർ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയിൽ നല്ലൊരു റാങ്ക് നേടാനായിട്ടും കഴിയും. ആ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് ആദ്യം തന്നെ നോക്കാം. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ലഭിക്കുന്ന സമയം ആദ്യം നിങ്ങൾ കണ്ടെത്തുക. രാവിലെ 1 മണിക്കൂർ സമയം കണ്ടെത്താൻ പറ്റുന്നവരാണെങ്കിൽ കണ്ടെത്താം. ഈ ജോലിക്ക് പോകുന്നവർക്ക് തന്നെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ചോറും കറികളും ഒന്നും വെച്ച് തന്നെത്താനെ ഉണ്ടാക്കിക്കൊണ്ട് പോകണ്ട, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, രാവിലെ 1 മണിക്കൂർ എന്ത് ചെയ്യാം, ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ കണ്ടെത്താം. ഇനി ജോലിയും വീട്ടിലെ ജോലികളും എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നവർക്ക് രാവിലെ 1 മണിക്കൂർ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്നവർക്കും വേണമെങ്കിൽ രാവിലെ 1 മണിക്കൂർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഈ 4 മണിക്കൂർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കണ്ടെത്തുക. ഞാനൊരു ഏകദേശ കണക്കാണ് പറയുന്നത്. മോർണിംഗ് 1 മണിക്കൂറും പിന്നീട് വൈകുന്നേരം രാത്രി സമയത്ത് 3 മണിക്കൂർ. ഈ രീതിയിൽ വേണമെന്നില്ല. മോർണിംഗ് അരമണിക്കൂർ, പിന്നെ പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഇടവേളകളോ പഠിക്കാനുള്ള സാഹചര്യം കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു അരമണിക്കൂർ, അങ്ങനെ ആയാലും മതി. എങ്ങനെയായാലും ഒരു ദിവസത്തിൽ എന്ത് ചെയ്യുക, 4 മണിക്കൂർ കണ്ടെത്തുക. രാത്രിയിൽ തിരക്കുകളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിക്കൂർ പഠനത്തിനായിട്ട് കണ്ടെത്തുക. ആ രാത്രിയും 3 മണിക്കൂറെന്ന് വേണമെന്നില്ല. രാവിലെ ഇത് രണ്ടാക്കിയിട്ട് രാത്രിയിൽ ഒന്നാക്കിയാലും മതി. അല്ലെങ്കിൽ പകൽ സമയത്ത് സമയം കണ്ടെത്തിയാൽ മതി. വിശ്രമിക്കാനൊക്കെ സമയങ്ങളുള്ളവർ, ഞാൻ ഈ ജോലിക്ക് പോകുന്നവർ, വീട്ടുജോലിയിൽ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പലവിധ തിരക്കുകളുള്ളവരെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. ഇതൊന്നുമില്ല, പഠനത്തിന് മാത്രം നല്ലപോലെ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോയി പഠിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൽ കൂടുതൽ മണിക്കൂറുകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ പറ്റും. പക്ഷേ PSC പഠിച്ച് റാങ്ക് നേടാൻ 8 മണിക്കൂർ പഠിക്കുമോ 10 മണിക്കൂർ പഠിക്കുമോ ഒന്നും വേണ്ട. എന്തു മതി, ഈ ഒരു 4 മണിക്കൂർ സമയം തന്നെ ധാരാളമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്? 4 മണിക്കൂറും 3 മാസമാണ് പഠിക്കേണ്ടത്. 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് തീർക്കാനായിട്ട് പറ്റും. ഒരു PSC പരീക്ഷയിൽ റാങ്ക് നേടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ SCERTയും NCERTയും പഠിക്കണം. SCERT ചാപ്റ്റർ, ഒരുപാട് ചാപ്റ്ററുകളൊന്നും എടുത്താൽ നിങ്ങൾക്ക് ഒരു ദിവസം അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഈ 4 മണിക്കൂറിനിടയ്ക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്നത് ഒരു SCERT ചാപ്റ്റർ പഠിക്കാൻ പറ്റും. SCERT പഠിച്ച് തീർത്തിട്ട് എന്ത് ചെയ്യുക, NCERTയിലേക്ക് കിടക്കുക. +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 4 മണിക്കൂറിൻ്റെ അകത്ത് 15 മിനിറ്റ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരു ദിവസം മാത്സ് പഠിക്കാം, പിറ്റേ ദിവസം ഇംഗ്ലീഷ് പഠിക്കുക, അതിൻ്റെ പിറ്റേ ദിവസം മലയാളം പഠിക്കുക. ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് എല്ലാ ടോപ്പിക്കുകളും വൃത്തിയോളം നോക്കാനും പറ്റും. പിന്നെ GK ടോപ്പിക്ക്, എല്ലാ ദിവസവും പുതിയ 2 GK ടോപ്പിക്കുകൾ വെച്ച് നിങ്ങൾ പഠിക്കുക. 2 GK ടോപ്പിക്കുകൾ പഠിക്കുക. പിന്നെ ആഴ്ചയിൽ ഈ ഭാഗങ്ങളെല്ലാം റിവിഷൻ ചെയ്യുക. ആഴ്ചയിൽ റിവിഷൻ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുമെങ്കിൽ അത് റിവിഷൻ ചെയ്യാം. റിവിഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിപ്പം ഗൂഗിൾ AI, അതുപോലെ ജെമിനി, ChatGPT ഇതുപോലുള്ള AI ടൂളുകളുടെയൊക്കെ സഹായത്തോടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് സ്മാർട്ടായിട്ട് ഇങ്ങനെയുള്ളൊരു ടൈം ടേബിളിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് 90 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ ടെലിഗ്രാം വഴിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഒരു ദിവസം ശരാശരി പഠിക്കാൻ കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ എല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 90 ദിവസം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പോകുന്നത്? ഡെയിലി ഒരു SCERT ചാപ്റ്റർ, അതിൻ്റെ ക്ലാസ്, 2 GK ടോപ്പിക്കുകൾ പുതിയതെടുക്കും. അതുപോലെ മാത്സ്, ഇന്ന് മാത്സ് പഠിച്ചാൽ നാളെ ഇംഗ്ലീഷ്, അതിൻ്റെ പിറ്റേന്ന് മലയാളം, ഇങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അങ്ങനെ പഠിക്കാൻ പോയിട്ടേനും സിലബസ് നല്ല പോലെ കവറായിട്ട് പോകും. 90 ദിവസം കൊണ്ട്, 90 ദിവസം വേണ്ട, അതിന് മുന്നേ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ദിവസങ്ങൾ എന്ത് ചെയ്യാം, റിവിഷൻ നടത്താനായിട്ട് പറ്റും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും ഡിഗ്രി മെയിൻസിനും വേണ്ടിയിട്ട് ഒരു കോമൺ പഠനമാണ് നമ്മൾ നടത്തുന്നത് ടെലിഗ്രാം ചാനലിലൂടെ എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ് രാവിലെ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ക്ലാസ്, സൺഡേയിലെ റിവിഷൻ, കറണ്ട് അഫേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം നൽകാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളാം. ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്റ്റഡി പ്ലാൻ, മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും.
എന്തായാലും ഞാൻ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് 90 ദിവസം 4 മണിക്കൂർ പഠിച്ചിട്ട് ഉറപ്പായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ ഈ രീതിയിൽ പഠിച്ച് നോക്കുക. എന്നും 2 മലയാളം ക്വസ്റ്റ്യൻ, 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ, മാത്സ് ക്വസ്റ്റ്യൻ ഒന്നും എവിടെ എത്താതെ ഇങ്ങനെയൊന്നും പഠിക്കാതെ നിങ്ങളിങ്ങനെ പഠിച്ച് നോക്കുക. സമയക്കുറവുള്ളവർക്ക് ഇത് തന്നെയാണ് ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗം. സമയം കൂടുതലുള്ളവർക്ക് 3 സബ്ജക്റ്റുകൾ ഒരു ദിവസം പഠിക്കുക. എല്ലാവരും പറയുമല്ലേ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കണം എന്ന്. എല്ലാം കൂടെ വാരി വലിച്ച് പഠിച്ച് ഒന്നും ഇല്ലാതാക്കണ്ട. നിങ്ങൾ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുത്ത് നിങ്ങൾക്ക് അത്രയും സമയമുള്ളൂ. നിങ്ങളുടെ സമയത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ പഠിക്കുക. 8-10 മണിക്കൂർ കിട്ടുന്ന ആളെക്കാട്ടിലും ചിലപ്പോൾ ഫലപ്രദമായിട്ട് ഈ 4 മണിക്കൂർ വിനിയോഗിക്കുമ്പോഴായിരിക്കും നല്ല റാങ്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു സമയം പോലും പാഴാക്കണ്ട. റിസൾട്ടൊക്കെ വരാൻ വൈകുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ 20ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്, 21ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു റിവിഷൻ ക്ലാസ് തരികയാണ്. Day 1 to 25 നിങ്ങൾക്ക് ഒരു റിവിഷൻ ക്ലാസ്സൊക്കെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കയറുന്നവർക്ക് Day 1 തൊട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ക്ലാസ് 8 തുടങ്ങുന്ന ഡേയ്സ് തൊട്ട് തന്നെ കാണാനും പറ്റും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തോളാം. താങ്ക് യു.